നോമ്പുകാലം ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാന ആധ്യാത്മിക യാത്രയാണ്. ക്രിസ്തുവിന്റെ പീഡാസഹന മരണവും ഉത്ഥാനവും ഓർമ്മിക്കുന്ന കാലം. ദൈവവിശ്വാസം തീക്ഷ്ണമാക്കാൻ, പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ, ദൈവസാന്നിധ്യത്തിൽ കൂടുതൽ വളരാൻ, ആത്മീയമായി ശക്തിപ്പെടാൻ ഈ യാത്ര നമ്മെ സഹായിക്കുന്നു. സഭാമാതാവ് ഈ 6-ാം ഞായറാഴ്ച നമുക്ക് തരുന്ന വചനഭാഗമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അധ്യായം 8 31 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവിക പദ്ധതിയിൽ യേശുവിന്റെ മരണം മനുഷ്യരക്ഷയുടെ കേന്ദ്ര ബിന്ദുവാണ്. തന്റെ ജീവിത രഹസ്യങ്ങളെല്ലാം തന്നെ കുരിശിനോടും കഷ്ടാനുഭവങ്ങളോടും ബന്ധപ്പെട്ടിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. പീഡാനുഭവം മരണ പ്രവചനത്തിൽ ഈശോയിൽ അലതല്ലിയിരുന്ന വികാരങ്ങൾ ഓർക്കാം. വ്യർത്ഥാഭിമാനത്തിനും സുഖത്തിനും വേണ്ടി മത്സരം നടത്തുന്ന ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കാം. ഈശോയുടെ സാന്നിധ്യമില്ലാത്ത സ്ഥലങ്ങളും കൂട്ടുകെട്ടുകളും ഉപേക്ഷിക്കാം. പീഡാനുഭവത്തെക്കുറിച്ച് നേരിട്ട് പറഞ്ഞ് വിവരിച്ചു കൊടുത്തിട്ടും ശിഷ്യന്മാർക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ല. എന്നാൽ അവ വായിക്കുമ്പോഴേക്കും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന നമ്മുടെ ചിന്ത എത്രയോ അർത്ഥശൂന്യമാണ്. പ്രപഞ്ചനാഥനായ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ നിസ്സാരതയോർത്ത് എളിമയുള്ളവരാകാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: അവൻ കഷ്ടത സഹിക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണെന്ന തിരുവചനത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. ശക്തനായ രാജാവെന്ന മിശിഹായെ സഹനദാസനായ മിശിഹായാക്കാൻ ശിഷ്യന്മാർ ആഗ്രഹിച്ചില്ല. ഈ തടസ്സവാദത്തിന്റെ മുമ്പിൽ പത്രോസിനെ പ്രവർത്തിപ്പിച്ചത് സാത്താനായിരുന്നു. യേശുവിന്റെ പീഡാസഹന മരണ ഉയർപ്പിനെ എതിർക്കുന്നവർ സാത്താന്റെ ഭാഗത്താണ്. യേശു നൽകിയ രോഗശാന്തി നൽകാൻ ശിഷ്യന്മാരെ അധികാരപ്പെടുത്തിയതും അർത്ഥമാക്കുന്നത് മനുഷ്യന്റെ സഹനങ്ങളിൽ ദൈവം സന്തോഷിക്കുന്നില്ല എന്നാണ്. എന്നാൽ പല നല്ല വിജയങ്ങളും മനുഷ്യൻ നേടിയെടുത്തത് സഹനത്തിലൂടെയാണ്. കുരിശില്ലാതെ കിരീടമില്ല. സുഖസൗകര്യങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ജീവിതത്തിനു പകരമായി സഹനത്തിലും ത്യാഗത്തിലും അധിഷ്ഠിതമായി ദിവ്യ പ്രേരണകൾ അനുസരിച്ച് ജീവിക്കാൻ യേശു നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ദൈവിക പ്രേരണകളെ ഞാൻ ധിക്കരിക്കുന്നുണ്ടോ? അപ്രതീക്ഷിതമായവ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അപക്വമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യാതെ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാം. കുരിശുമരണം വരെ കീഴടങ്ങാൻ യേശുവിനെ ശക്തിപ്പെടുത്തിയ ഗത്സമനിയിലെ പ്രാർത്ഥന നമുക്കും മാതൃകയാകട്ടെ. വേദനയുടെ നിമിഷങ്ങളിൽ നമ്മെ നയിക്കുന്ന ദൈവം നമുക്ക് ശക്തി പ്രദാനം ചെയ്യട്ടെ. ദൈവത്തിന്റെ പദ്ധതികൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.